നമ്മുടെയൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. നാം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് ലഭിക്കാനും കഴിക്കുന്നവർക്കെല്ലാം ആ ഭക്ഷണം തികയാനും സംതൃപ്തി ഉണ്ടാകാനും വേണ്ടി 4 ദിക്റുകൾ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മമാരാണ് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഈ ദിക്റിനെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. നല്ല സന്തോഷത്തോടെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. മഹാനായിരിക്കുന്ന അഹ്മദുൽ അത്വാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥമായിരിക്കുന്ന ഇർഷാദ് എന്ന് പറയുന്ന കിതാബില് ഈ സംഭവം പറയുന്നത് കാണാൻ കഴിയും. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക. നാം ഉണ്ടാക്കുന്ന ഭക്ഷണം ആളുകൾക്ക് തികയാതെ വരുമോ എന്ന ഒരു പേടി നമുക്ക് വന്നു. ഇത്തരം ആശങ്കകൾ വരുന്ന സന്ദർഭത്തിൽ അടുക്കളയിൽ വെച്ചുകൊണ്ട്, ഭക്ഷണപാത്രത്തിൽ കൈവച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അവസരത്തിൽ ഈ 4 ദിക്റുകൾ നാം ചൊല്ലണം. ആ 4 ദിക്റുകൾ ഏതൊക്കെയാണ്? മഹാനവറുകൾ പറയുന്നത് കാണാം. യാ ഫത്താഹു യാ റസാഖു യാ കാഫി യാ ഗനിയ്. യാ ഫത്താഹു യാ റസാഖു യാ കാഫി യാ ഗനിയ് എന്നതാണ് ആ 4 ദിക്റുകൾ. ഈ ദിക്റിനെ നാം ധാരാളമായി ഭക്ഷണമുണ്ടാക്കുന്ന സമയത്ത് ചൊല്ലിയാൽ ഭക്ഷണത്തിൽ സമൃദ്ധമായിരിക്കുന്ന അന്തരീക്ഷമുണ്ടാകുമെന്നും എല്ലാവർക്കും ആ ഭക്ഷണം തികയുമെന്നും ബറക്കത്ത് ഉണ്ടാവുമെന്നും ഇർഷാദി എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ ദിക്റിനെ പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിച്ച് കാണാതെ പഠിക്കുകയും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാൻ പറ്റും എന്നുള്ളതാണ് ഈ ദിക്റിന്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.